നമസ്തേ. വാൽമീകി രാമായണം ബാലകാണ്ഡം തുടരുന്നു. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഓം ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാൽ പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഇനി 72 സർഗമാണ്. കഴിഞ്ഞ സർഗങ്ങളിൽ 2 സർഗങ്ങളിൽ രാമൻ്റെയും ലക്ഷ്മണൻ്റെയും വിവാഹാലോചന, അവരെ വധൂവരന്മാരുടെ കുടുംബം തമ്മിൽ പരസ്പരം പരിചയപ്പെടുത്തുന്ന ഭാഗമാണല്ലോ നമ്മൾ കണ്ടത്. ഇനി ജനകരാജാവിൻ്റെ അനുജനായ കുശധ്വജ രാജാവിൻ്റെ 2 പുത്രിമാരെയും കൂടി അയോധ്യയിലെ രാജകുമാരന്മാർ ഭരതനും ശത്രുഘ്നനും വേണ്ടി ദശരഥ രാജാവ് വിവാഹാർച്ചന നടത്തുന്നു. കൃത്യമായി ഭരതൻ്റെ മാതുലൻ യുധാജിത്ത് അവിടെ എത്തിയിട്ടുണ്ട്. ഏവരുടെയും അനുവാദത്തോടെ 4 കുമാരന്മാരുടെയും വിവാഹം നടക്കുന്നു. സീതാദേവിയെ കൈപിടിച്ചു കൊടുക്കുന്ന സന്ദർഭത്തിൽ ജനകരാജാവ് രാമനോട് പറയുന്ന വാക്കുകൾ വളരെ ശ്രദ്ധേയമാണ്. നമുക്ക് തുടരാം. ദ്വിസപ്തതിതമ സർഗ, 72 സർഗം. ഭരത ശത്രുഘ്നാഗ്നി കുശധ്വജകന്യയോർവരണം ഗോദാനവ്രതാനുഷ്ഠാനം ച. ഭരതശത്രുഘ്നന്മാർക്ക് കുശധ്വജ കന്യകമാരെ വരിക്കുന്നതും ഗോദാന ക്രിയയും. തമുക്തവന്തം വൈദേഹം വിശ്വാമിത്രോ മഹാമുനിഃ ഉവാച വചനം വീരം വസിഷ്ഠസഹിതോ നൃപം അചിന്ത്യാന്യപ്രമേയാ നികുലാനികുലനന്ദന ഇക്ഷ്വാകൂണാം വിദേഹാനാം നൈഷാം തുല്യോ അസ്തി കശ്ചന. സദൃശോ ധർമ്മസംബന്ധ സദൃശോ രൂപസമ്പദാ രാമലക്ഷ്മണയോ രാജൻ സീതാചോർമിളയാ സഹ. വക്തവ്യം ച നരശ്രേഷ്ഠ ശ്രൂയതാം വചനം മമ ഭ്രാതായവീയാൻ ധർമ്മജ്ഞ ഏഷ രാജാ കുശധ്വജ. അസ്യ ധർമാത്മനോ രാജൻ രൂപേണ പ്രതിമം ഭുവി സുതാദ്വയം നരശ്രേഷ്ഠ പത്ന്യർത്ഥം വരയാമഹേ. ഭരതസ്യ കുമാരസ്യ ശത്രുഘ്നസ്യ ച ധീമതഃ വരയേമ സുതേ രാജൻ തയോരർത്ഥേ മഹാത്മനോ. ഇപ്രകാരം ഉര ചെയ്ത പ്രഭാവശാലിയായ ആ വിദേഹാധിപനോടായി വസിഷ്ഠസഹിതനായ വിശ്വാമിത്ര മഹാമുനി ഒരു വാക്യത്തെ അരുളി ചെയ്തു. ഹേ കുലാഹ്ലാദക, ഇക്ഷ്വാകുക്കളുടെയും വിദേഹാധിപന്മാരുടെയും വംശങ്ങൾ ആശ്ചര്യമായവ തന്നെ, അളവറ്റ മഹിമയുള്ളവയും തന്നെ. ഈ ഇക്ഷ്വാകു വിദേഹന്മാർക്ക് തുല്യനായ ഒരുവനും ഇല്ല തന്നെ. മന്നവ, ശ്രീരാമലക്ഷ്മണന്മാർക്ക് ഭാര്യമാരായി ഊർമിളയോടുകൂടി ഒന്നിച്ചു തന്നെ സീതയും പോകുന്നു എന്ന ധർമ്മ്യമായ വിവാഹബന്ധം തക്കത് തന്നെ. രൂപഗുണങ്ങളാലും സമ്പത്താലും അന്യോന്യം യോജിച്ചതും തന്നെ. ഹേ പുരുഷശ്രേഷ്ഠ, ഒരു സംഗതി കൂടി പറയേണ്ടതായിട്ടുള്ള എൻ്റെ ഈ പ്രാർത്ഥനയും കേൾക്കപ്പെടട്ടെ. രാജാവേ, ഈ ധർമ്മജ്ഞനായ കുശധ്വജ മഹാരാജാവ് അവിടുത്തെ ഇളയ സഹോദരൻ ഹേ നരവര, ലോകത്തിൽ അഴകിൽ കിടയില്ലാത്തവരായ ഈ ധർമാത്മാവിൻ്റെ 2 പുത്രിമാരെയും വിവാഹാർത്ഥമായി ഞങ്ങൾ വരണം ചെയ്യുന്നു. രാജാവേ, കുമാരനായ ഭരതനും ബുദ്ധിമാനായ ശത്രുഘ്നനും ആ 2 മഹാത്മാക്കളുടെ ദാമ്പത്യാർത്ഥമായി ആ 2 പുത്രിമാരെയും പാണിഗ്രഹണം ചെയ്തു തരുവാനായി ഞങ്ങൾ ആവശ്യപ്പെടുന്നു. പുത്രാ ദശരഥസ്യേമേ രൂപയൗവനശാലിന ലോകപാലോപമാ സർവേ ദേവതുല്യപരാക്രമാഃ. ഉഭയോരപി രാജേന്ദ്ര സംബന്ധേനാനുബധ്യതാം ഇക്ഷ്വാകുകുലമവ്യഗ്രം ഭവതഃ പുണ്യകർമ്മണ. വിശ്വാമിത്രവച ശ്രുത്വാ വസിഷ്ഠസ്യ മതേ തദാ ജനകപ്രാഞ്ജലിർവാക്യമുവാച മുനിപുങ്കവൗ. കുലം ധന്യമിദം മന്യേ യേഷാം നോ മുനിപുങ്കവൗ. സദൃശം കുലസംബന്ധം യദാജ്ഞാപയഥ സ്വയം
ഏവം ഭവതു ഭദ്രം വ കുശധ്വജസുതേ ഇമേ പജ്ഞൗ ഭജേതാം സഹിതൗ ശത്രുഘ്നഭരതാവുഭൗ ഏകാന്നാ രാജപുത്രീണാം ചതസൃണാം മഹാമുനേ പാണീൻ ഗൃഹ്ണന്തു ചത്വാരോ രാജപുത്രാ മഹാബലാ ഉത്തരേ ദിവസേ ബ്രഹ്മൻ ഫൽഗുനീഭ്യാം മനീഷിണഃ വൈവാഹികം പ്രശംസന്തി ഭഗോ യത്ര പ്രജാപതി ഏവമുക്ത്വാ വച സൗമ്യം പ്രത്യുത്ഥായ കൃതാഞ്ജലി ഉഭൗ മുനിവരൗ രാജാ ജനകോ വാക്യമബ്രവീത്. ദശരഥ ചക്രവർത്തിയുടെ കുമാരന്മാരായ ഇവർ എല്ലാവരും നല്ല രൂപഗുണവും യൗവനവുമാർന്നവർ, ലോകപാലകന്മാർക്കൊത്തവർ, ദേവന്മാർക്കൊത്ത പരാക്രമത്തോട് കൂടിയവർ. ഹേ രാജേന്ദ്ര, പുണ്യകർമാവായ അവിടുത്തെ കുലവും കൽമഷരഹിതമായ ഇക്ഷ്വാകുക്കളുടെ കുലവും ഈ രണ്ടും തമ്മിലുള്ള സംബന്ധത്താൽ അന്യോന്യം കൂട്ടുകെട്ടുണ്ടാകട്ടെ. വസിഷ്ഠരുടെ അനുമതി പ്രകാരം വിശ്വാമിത്ര മുനിയുടെ വചനത്തെ കേട്ട് ആ സമയം ജനക മഹാരാജാവ് അഞ്ജലിബന്ധം ചെയ്തുകൊണ്ട് ആ മഹാജ്ഞാനികളെ നോക്കി ഇങ്ങനെ മറുപടി ഉര ചെയ്തു. യാതൊരു കാരണത്താൽ ജ്ഞാനനിഷ്ഠന്മാരായ ഭവാന്മാർ ഞങ്ങളുടെ കുലങ്ങൾ തമ്മിലുള്ള ബന്ധുത്വത്തെ ഉചിതമായതെന്ന് സ്വയമായി തന്നെ ആജ്ഞാപിക്കുന്നുവോ, അതിനാൽ ഈ കുലം ധന്യമായി തീർന്നുവെന്ന് ഞാൻ കരുതുന്നു. അപ്രകാരം തന്നെ നടക്കട്ടെ. ഇന്ദിരുവടികളുടെ ആജ്ഞ പോലെയാകട്ടെ. ഈ രണ്ട് കുശധ്വജ പുത്രിമാരെ ഒരുമിച്ചുള്ളവരായ ശത്രുഘ്ന ഭരതന്മാർ രണ്ടുപേരും ഭാര്യമാരായി പ്രാപിക്കട്ടെ. അല്ലയോ മുനിവര്യ, മഹാബലശാലികളായ 4 രാജകുമാരന്മാരും 4 രാജകുമാരികളുടെ കരങ്ങളെ ഒരേ ദിവസം തന്നെ ഗ്രഹിക്കട്ടെ. ബ്രാഹ്മണോത്തമ, യാതൊന്നിന് ഭഗൻ, അധിഷ്ഠാന ദേവതയോ അപ്രകാരമുള്ള ഫൽഗുനികൾ എന്നു പറയപ്പെടുന്നവയിൽ രണ്ടാമത്തേതായ ഉത്രം നാളിൽ മഹാന്മാർ വിവാഹമുഹൂർത്തത്തെ ഉത്തമമായി പറയുന്നുണ്ടല്ലോ. ഇപ്രകാരം ഭംഗിയായ വാക്യത്തെ ഉര ചെയ്ത് നേരിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് ജനക മഹാരാജാവ് അഞ്ജലി കൂപ്പിക്കൊണ്ട് 2 താപസവൈദ്യന്മാരെയും നോക്കി ഇപ്രകാരം ഉര ചെയ്തു. പരോ ധർമ്മ കൃതോ മഹ്യം ശിഷ്യോസ്മി ഭവതോ സദാ ഇമാന്യാസമുഖ്യാനി ആസാദാം മുനിപുങ്കവൗ യഥാ ദശരഥസ്യേയം തഥായോധ്യാപുരീ മമ പ്രഭുത്വേ നാസ്തി സന്ദേഹോ യഥാർഹം കർത്തുമർഹത തഥാ ബ്രുവതി വൈദേഹേ ജനകേ രഘുനന്ദന രാജാ ദശരഥോ ഹൃഷ്ട പ്രത്യുവാച മഹീപതിം യുവാമസംഖ്യേയഗുണൗ ഭ്രാതരൗ മിഥിലേശ്വരൗ ഋഷയോ രാജസംഘാശ്ച ഭവദ്ഭ്യാമഭിപൂജിതാഃ സ്വസ്തി പ്രാപ്നുഹി ഭദ്രം തേ ഗമിഷ്യാമി സ്വമാലയം ശ്രാദ്ധകർമാണി സർവാണി വിദ്ധ്യാസ്യാമീതി ചാബ്രവീത് തമാവൃഷ്ട്വാ നരപതിം രാജാ ദശരഥസ്തദാ മുനീന്ദ്രൗ തൗ പുരസ്കൃത്യ ജഗാമാശു മഹായശാ സഗത്വാ നിലയം രാജാ ശ്രാദ്ധം കൃത്വാ വിധാനത പ്രഭാതേ കാല്യമുത്ഥാപ്യ ചക്രേ ഗോദാനമുത്തമം ഗവാം ശതസഹസ്രാണി ബ്രാഹ്മണേഭ്യോ നരാധിപ ഏകൈകശോ ദദൗ രാജാ പുത്രാനുദ്ദിശ്യ ധർമ്മദ. എനിക്ക് മഹത്തായ സത്സംഗം ഉളവാക്കപ്പെട്ടു. നിന്തിരുവടികൾ ഇരുവർക്കും സർവദാ നന്ദിയുള്ള ശിഷ്യനാകുന്നു ഞാൻ. മുനിവരന്മാരിരുവരും ഈ മിഥില ദശരഥ മഹാരാജാവിനുള്ളതെന്നും അയോധ്യ പട്ടണം എനിക്കുര്യതെന്നും അന്യോന്യ ഭേദമില്ലാത്തതും എന്നതിനെ കാണിക്കുമാറ് ഈ സിംഹാസനങ്ങളിൽ ഇരുന്നാലും നിങ്ങളുടെ അധികാരത്തിൽ യാതൊരു സന്ദേഹവും ഇല്ല. ഇഷ്ടം പോലെ തന്നെ ചെയ്താലും. ദേഹാധിപനായ ജനക മഹാരാജാവ് ഇപ്രകാരം ഒരു ചെയ്തപ്പോൾ രഘുകുല നന്ദനായ ദശരഥ മഹാരാജാവ് ആനന്ദം ഉത്കണ്ഠവനായി മന്നവനോടായി ഇപ്രകാരം അരുളി ചെയ്തു. മിഥിലാധിപന്മാരിൽ ആയ ജ്യേഷ്ഠാനുജന്മാരായ ഭവാന്മാരിരുവരും എണ്ണമറ്റ ഗുണഗണങ്ങളാർന്നവർ. ഋഷിമാരും രാജസംഘങ്ങളും ഭവാന്മാരാൽ നല്ലപോലെ ആദരിക്കപ്പെട്ടിരിക്കുന്നു. ക്ഷേമം ഉളവാകട്ടെ. അവിടുത്തേക്ക് മംഗളം. എൻ്റെ വാസസ്ഥലത്തേക്ക് ഞാൻ പോയി വരട്ടെ. നാന്ദി മുതലായുള്ള ക്ഷത്രയോഗ്യമായ പൂർവാംഗങ്ങളെ എല്ലാം ഞാൻ നടത്താം എന്ന് അരുളി ചെയ്തു.
അപ്പോൾ അതികീർത്തിമാനായ ദശരഥ മഹാരാജാവ് ആ മന്നവനോട് യാത്ര പറഞ്ഞ് ആ 2 മഹർഷി വര്യന്മാരെയും മുമ്പിലാക്കിക്കൊണ്ട് വേഗം പുറപ്പെട്ടു. ആ ചക്രവർത്തി കോവിലകത്ത് ചെന്ന് ശ്രദ്ധയോടെ ചെയ്യേണ്ടതായ നാന്ദി മുതലായ കർമ്മത്തെ വിധിപ്രകാരം ചെയ്തു. സൂര്യോദയത്തിനു മുമ്പ് ഉണർന്ന് നിത്യാനുഷ്ഠാനങ്ങളെ ചെയ്തവനായി ശ്രേഷ്ഠവും നന്മയെ വിളയിക്കുന്നതുമായ വ്രതസമാവർത്തന കർമ്മത്തെ നടത്തി. നരാധിപനായ അരജൻ പുത്രന്മാരെ ഉദ്ദേശിച്ച് ബ്രാഹ്മണർക്കായി ഓരോരുത്തർക്കും പശുക്കളുടെ ലക്ഷങ്ങളെ വിധിപ്രകാരം ദാനം ചെയ്തു. സുവർണശൃംഗാ സമ്പന്നാ സവത്സാ കാംസ്യദോഹനാ ഗവാം ശതസഹസ്രാണി ചത്വാരി പുരുഷർഷഭ വിത്തമന്യച്ച സുബഹു ദ്വിജേഭ്യോ രഘുനന്ദന ദദൗ ഗോദാനമുദ്ദിശ്യ പുത്രാണാം പുത്രവത്സലാ സസുതൈഃ കൃതഗോദാനർവർദ്ധസ്തു നൃപതിസ്തദാ ലോകപാലൈരിവാഭാതി വൃതഃ സൗമ്യ പ്രജാപതി. പുരുഷശ്രേഷ്ഠനും പുത്രവാത്സല്യമുള്ളവനും ആയ ദശരഥ മഹാരാജാവ് പുത്രന്മാരുടെ സമാവർത്തനത്തെ ഉദ്ദേശിച്ച് സ്വർണം കൊണ്ട് കൊമ്പുകെട്ടിയവയും നല്ല മേനിയുള്ളവയും ഇളം കുട്ടികളുള്ളവയും കുടംകുടമായി പാൽ കറക്കുന്നവയും ആയ പശുക്കളുടെ 4 ലക്ഷവും വേറെ എത്രയോ ധനവും ബ്രാഹ്മണർക്കായി ദാനം ചെയ്തു. പുത്രന്മാരാൽ ചൂഴപ്പെട്ട ആ രാജാവ് അപ്പോൾ ലോകപാലകന്മാരാൽ ചൂഴപ്പെട്ട പ്രസന്നമാനസനായ നാൻമുഖൻ എന്നവണ്ണം തന്നെ വിളങ്ങി. ഇത്യാർഷേ ശ്രീമദ് രാമായണേ വാൽമീകി ആദികാവ്യേ ബാലകാണ്ഡേ സപ്തതിസപ്തമ സർഗ 72ാം സർഗം സമാപ്തം. ഇനി ത്രിസപ്തതിതമ സർഗ 73ാം സർഗം. സീതാദീനാം വിവാഹ, സീതാദേവി മുതലായവരുടെ വിവാഹം. യസ്മിൻസ്തു ദിവസേ രാജാ ചക്രേ ഗോദാനമുത്തമം തസ്മിൻസ്തു ദിവസേ ശൂരോ യുധാജിത്തഭ്യുപേയിവാൻ പുത്ര കേകയരാജസ്യ സാക്ഷാത് ഭരതമാതുല ദൃഷ്ട്വാ പൃഷ്ട്വാ ച കുശലം രാജാനമിദമബ്രവീത്. കേകയാധിപതി രാജാ സ്നേഹാത് കുശലമബ്രവീത് യേഷാം കുശലകാമോ അസി തേഷാം സംപ്രത്യനാമയം സ്വശ്രീയം മമ രാജേന്ദ്ര ദൃഷ്ടുകാമോ മഹീപതി തദർത്ഥമുപയാദോ അഹമയോധ്യാം രഘുനന്ദന ശ്രുത്വാ ത്വഹമയോധ്യായാം വിവാഹാർത്ഥം തവാത്മജാൻ മിഥിലാമുപയാതാംസ്തു ത്വയാ സഹ മഹീപതേ ത്വരയാഭ്യുപയാതോऽഹം ദൃഷ്ടുകാമ സ്വസു സുതം തസ്യ ത്വം രാജശാർദൂല പ്രീതിം കർത്തുമിഹാർഹസി. ഏതു ദിവസത്തിൽ ചക്രവർത്തി ഉത്തമമായ സമാവർത്തനത്തെ നടത്തിയോ ആ ദിവസം തന്നെ വീര്യവാനായ ഭരതമാതുലൻ യുധാജിത് രാജാവും വന്നുചേർന്നു. നേരെ ഭരതന് അമ്മാമനായ കേകയാധിപ പുത്രൻ അരജനെ കണ്ട് കുശലം ചോദിച്ച ശേഷം ഇപ്രകാരം ഉര ചെയ്തു. യാതൊരുവരുടെ ക്ഷേമത്തെപ്പറ്റി അറിവാൻ അവിടുന്ന് ആഗ്രഹിക്കുന്നോ അവർക്കെല്ലാം ഇപ്പോൾ ക്ഷേമം തന്നെ. കേകയാധിപതിയായ അരജൻ സ്നേഹപൂർവ്വം ക്ഷേമവർത്തമാനത്തെ ഉര ചെയ്തയച്ചു. രഘുകുലജാതനായ മന്നവ, അരജൻ നമ്മുടെ സോദരീപുത്രനായ ഭരതനെ കാണുവാൻ ആഗ്രഹിക്കുന്നു. അക്കാരണത്താൽ ഞാൻ അയോധ്യയ്ക്ക് വന്നിരുന്നു. രാജശ്രേഷ്ഠനായ മഹാരാജാവെ, ഞാൻ അയോധ്യയിൽ വന്നപ്പോൾ അവിടുത്തെ തനയന്മാരെ വിവാഹാർത്ഥമായി നിന്തിരുവടിയുടെ കൂടെ തന്നെ മിഥിലയ്ക്ക് വന്നിരിക്കുന്നതായി കേട്ട് വേഗത്തിൽ മരുമകനെ കാണാമെന്ന് വെച്ച് ഞാൻ ഇങ്ങ് തന്നെ വന്നതാണ്. നിന്തിരുവടി ഇക്കാര്യത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രിയത്തെ നിറവേറ്റിയാലും. തസ്യ തദ്വചനം ശ്രുത്വാ മധുരം മധുരാക്ഷരം അഥ രാജാ ദശരഥ പ്രിയാതിഥിമുപസ്ഥിതം ദൃഷ്ട്വാ പരമസത്കാരൈഃ പൂജനാഹമപൂജയത്. തതസ്താമുഷിതോ രാത്രിം സഹ പുത്രൈർമഹാത്മഭിഃ പ്രഭാതേ പുനരുത്ഥായ കൃത്വാ കർമാണി തത്വവിദ്. ഋഷീംസ്തദാ പുരസ്കൃത്യ യജ്ഞവാടമുപാഗമത്. യുക്തേ മുഹൂർത്തേ വിജയേ സർവാഭരണഭൂഷിത ഭ്രാതൃഭിഃ
സഹിതോ രാമ കൃതകൗതുകമംഗള വസിഷ്ഠം പുരതഃ കൃത്വാ മഹർഷീനപരാനവി വിദു സമീപമാശ്രിത്യ തസ്ഥൗ ഭ്രാതൃഭിരാവൃതാ. വസിഷ്ഠോ ഭഗവാനേത്യ വൈദേഹമിതമബ്രവീത്. രാജാ ദശരഥോ രാജൻ കൃതകൗതുകമംഗളൈഃ പുത്രൈർനരവരശ്രേഷ്ഠ ദാതാരമഭികാംക്ഷതേ. ദാതൃപ്രതിഗ്രഹീതൃഭ്യാം സർവാർത്ഥാ പ്രഭവന്തി. സ്വധർമ്മം പ്രതിപദ്യസ്വ കൃത്വാ വൈവാഹ്യമുത്തമം ഇത്യുക്ത പരമോദാര വസിഷ്ഠേന മഹാത്മനാ. പ്രത്യുവാച മഹാതേജാ വാക്യം പരമധർമ്മവിദ. കസ്തിത പ്രതിഹാരോ മേ കസ്യാജ്ഞാ സംപ്രതീക്ഷ്യതേ. സ്വഗൃഹേ കോ വിചാരോऽസ്തി യഥാ രാജ്യമിദം തവ. ദശരഥ മഹാരാജാവ് അദ്ദേഹത്തിൻ്റെ പ്രിയവും സന്തോഷകരവും ആയ ആ വാക്കുകേട്ട് സൽക്കരിക്കപ്പെടേണ്ടവനായ പ്രിയപ്പെട്ട അതിഥി എത്തിച്ചേർന്നത് കണ്ട ഉടനെ നല്ല ഉപചാരങ്ങളാൽ സൽക്കരിച്ചു. അനന്തരം ഉത്തമന്മാരായ പുത്രന്മാരോടും കൂടി അന്ന് രാത്രി കഴിച്ച ശേഷം പിന്നെ സൂര്യോദയത്തിനു മുമ്പായി എഴുന്നേറ്റ് നിത്യകർമ്മങ്ങൾ ചെയ്ത് ശാസ്ത്രജ്ഞനായ അദ്ദേഹം മുനിമാരെ മുന്നിട്ടുകൊണ്ട് അപ്പോൾ കല്യാണ മണ്ഡപത്തിലേക്ക് പുറപ്പെട്ടു. സർവാഭരണാലങ്കൃതനായ ശ്രീരാമൻ ജയപ്രദമായ ഉചിത മുഹൂർത്തത്തിൽ ഭ്രാതാക്കന്മാരോട് കൂടിയവനായി മംഗളസൂത്രത്താൽ രക്ഷാബന്ധനം ചെയ്യപ്പെട്ടവനായി ഭവിച്ചു. ഭ്രാതാക്കന്മാരാൽ ചൂടപ്പെട്ടവനായി വസിഷ്ഠ മഹർഷിയെയും മറ്റുള്ള മുനിമാരെയും മുമ്പിലാക്കിക്കൊണ്ട് പിതാവിൻ്റെ സമീപത്തിലായി നിന്നു. വസിഷ്ഠ ഭഗവാൻ ജനക മഹാരാജാവിൻ്റെ അടുത്ത് ചെന്ന് ഇപ്രകാരം അരുളി ചെയ്തു. നരവരന്മാരിൽ ഉത്തമനായ ഹേ രാജാവേ, ദശരഥ മഹാരാജാവ് കാപ്പുകെട്ടൽ കഴിഞ്ഞവരായ പുത്രന്മാരോടുകൂടി ദാതാവിനെ കാത്തുകൊണ്ടിരിക്കുന്നു. കൊടുക്കുന്നവനും കൊള്ളുന്നവനും സർവ്വസമ്പത്തുകളും അഭിവൃദ്ധിയെ പ്രാപിക്കുന്നു എന്ന കാരണത്താൽ അതിശ്ലാഘ്യമായുള്ള വിവാഹത്തെ നടത്തി അവിടത്തേക്കുണ്ടാകുന്ന പുണ്യത്തെ നേടിക്കൊണ്ടാലും. മഹാത്മാവായ വസിഷ്ഠമുനിയാൽ ഇപ്രകാരം ഉര ചെയ്യപ്പെട്ട മഹാതേജസ്വിയും അത്യുദാര ഗുണശീലനും ആയ ആ മഹാധർമ്മജ്ഞൻ ഇപ്രകാരം വാക്യത്തെ മറുപടിയായി ഉരച്ചു. എൻ്റെ ദ്വാരപാലകനായി നിൽക്കുന്നവൻ ആരുണ്ട്? ഇത് അവിടുത്തെ രാജ്യമാകയാൽ സ്വന്തം ഗൃഹത്തിൽ എന്താണ് ആലോചിപ്പാനുള്ളത്? ആരുടെ ആജ്ഞയാണ് കാക്കേണ്ടത്? കൃതകൗതുക സർവസ്വാ വേദിമൂലമുപാഗതാഃ മമ കന്യാ മുനിശ്രേഷ്ഠ ദീപ്താവന്നേരിവാർച്ചിഷ. സജ്ജോഹം ത്വത്പ്രതീക്ഷോऽസ്മി വേദ്യാമസ്യാം പ്രതിഷ്ഠത. അവിഘ്നം ക്രിയതാം രാജൻ കിമർത്ഥമവലംബസേ. തദ്വാക്യം ജനകേനോക്തം ശ്രുത്വാ ദശരഥസ്തദാ പ്രവേശയാമാസ സുതാൻ സർവാനുഷിഗണാനപി. തതോ രാജാ വിദേഹാനാം വസിഷ്ഠമിതമബ്രവീത്. കാരയസ്വ ഋഷേ സമ്യഗ് ഋഷിഭിഃ സഹ ധാർമ്മികൈഃ രാമസ്യ ലോകരാമസ്യ ക്രിയാം വൈവാഹികീം പ്രഭോ. ത്വയാന വിദിതം കിഞ്ചിന്നാസ്തി ബ്രഹ്മവിദാംബര. തസ്മാത് ത്വമേവ ബ്രഹ്മർഷേ അശേഷം കർത്തുമർഹസി. തഥേത്യുക്ത്വാ തു ജനകം വസിഷ്ഠോ ഭഗവാൻ ഋഷി വിശ്വാമിത്രം പുരസ്കൃത്യ ശതാനന്ദം ച ധാർമ്മികം. പ്രഭാമധ്യേ തു വിധിവദ്വേദിം കൃത്വാ മഹാതപാഃ. അലഞ്ചകാരതാം വേദിം ഗന്ധപുഷ്പൈ സമന്തത. സുവർണപാലികാഭിശ്ച ചിത്രകുംഭൈശ്ച സാങ്കുരൈഃ അങ്കുരാഢ്യൈ ശരാവൈശ്ച ധൂപപാത്രൈഃ സധൂപകൈഃ ശംഖപാത്രൈ ശ്രുവൈശ്രുഭിഃ പാത്രൈരർഘ്യാഭിപൂരിതൈഃ രാജപൂർണൈശ്ച പാത്രിഭിരക്ഷതൈരഭിസംസ്കൃതൈഃ. ഹേ മുനിവര്യ, എൻ്റെ കന്യകമാർ എല്ലാവരും കാപ്പുകെട്ടൽ കഴിഞ്ഞവരായി അഗ്നിജ്വാല പോലെ പ്രകാശിക്കുന്നവരായി കല്യാണ മണ്ഡപത്തിൽ തയ്യാറായി വന്നിരിക്കുന്നു. മന്നവ, ഞാൻ അവിടുത്തെ പ്രതീക്ഷിച്ചുകൊണ്ട് തയ്യാറായി ഈ മണ്ഡപത്തിൽ കാത്തുകൊണ്ടിരിക്കുന്നു. എന്തിനു താമസിക്കുന്നു? തടസ്സമെന്നിയെ നടത്തപ്പെടട്ടെ.
ജനക മഹാരാജാവ് ജനകരാജാവിനാൽ ഉരയ്ക്കപ്പെട്ട ആ വാക്യത്തെ കേട്ട് അപ്പോൾ പുത്രന്മാരെയും ഋഷിഗണങ്ങളെയും എല്ലാവരെയും അകത്ത് പ്രവേശിപ്പിച്ചു. ഉടനെ വിദേഹ മന്നവൻ വസിഷ്ഠ ഭഗവാനോടായി ഇപ്രകാരം അരുൾ ചെയ്തു: മഹർഷി വരിയ സ്വാമി, ധർമ്മിഷ്ഠനായ മുനിമാരോടും കൂടി ലോകാഭിരാമനായ ശ്രീരാമചന്ദ്രന്റെ വിവാഹ ചടങ്ങിനെ ശാസ്ത്രപ്രകാരം നടത്തിച്ചാലും ബ്രഹ്മജ്ഞാനികളിൽ വെച്ചുത്തമനായ ഹേ ബ്രഹ്മർഷി, നിന്തിരുവടിയാൽ അറിയപ്പെടാത്ത യാതൊന്നും തന്നെ ഇല്ല. അതിനാൽ നിന്തിരുവടി തന്നെയാണ് ഒന്നും കുറവ് വരാതെ നടത്തിച്ചു തരേണ്ടത്. മഹാതപസ്വിയും ഋഷിയും ആയ വസിഷ്ഠ ഭഗവാൻ ജനക മഹാരാജാവിനോടായി ആകട്ടെ എന്ന് ഉര ചെയ്ത് ഉടനെ വിശ്വാമിത്ര മഹർഷിയെയും ധാർമ്മികനായ ശതാനന്ദനെയും മുൻനിർത്തിക്കൊണ്ട് കല്യാണപന്തലിൻ്റെ നടുവിൽ ശാസ്ത്രപ്രകാരം വേദിയെ നിർമ്മിച്ച് ആ വേദിയെ ചുറ്റും ഗന്ധപുഷ്പങ്ങളാലും തങ്കമാലികകളാലും മാവില മുതലായ കൂമ്പുകളോടു കൂടിയ അലങ്കാരങ്ങളാലും മുളച്ച വിത്തുകളുടെ മുള നിറഞ്ഞുള്ള ചരാതുകളാലും ചെറിയ തൊട്ടി പോലെയുള്ള പാത്രങ്ങൾ, ധൂപങ്ങളോട് കൂടിയ ധൂപപാത്രങ്ങളാലും ശംഖാകൃതിയിലുള്ള പാത്രങ്ങളാലും ഹോമത്തിനു വേണ്ടിയുള്ള ചട്ടകങ്ങളാലും നെയ്യെടുത്ത് ഹോമം ചെയ്യുവാനുള്ള മരക്കയ്യിലുകളാലും അർഘ്യത്തിനായുള്ള ജലം നിറഞ്ഞ പാത്രങ്ങളാലും പൊരി നിറച്ചുള്ള പാത്രങ്ങളാലും മന്ത്രത്താൽ സംസ്കരിക്കപ്പെട്ട അക്ഷതകളാലും അലങ്കരിച്ചു. ദർഭൈ സമൈ സമാസ്തീര്യ വിധിവൻ മന്ത്രപൂർവകം അഗ്നിമാഥായ വേദ്യാം തു വിധിമന്ത്രപുരസ്കൃതം ജുഹാവാഗ്നൗ മഹാതേജാ വസിഷ്ഠോ ഭഗവാനൃഷി തദ സീതാം സമാനീയ സർവാഭരണഭൂഷിതാം ശ്രിയം പത്മവിയുക്താം വൈ കേശവാംഗച്യുതാമിവ വിദ്യുത്പ്രഭാം വിശാലാക്ഷീം നീലകുഞ്ചിതമൂർധജാം ഹംസാങ്കിതേന ക്ഷൗമേന കിഞ്ചിത് പീതേന സംവൃതാം വാസിതേനോത്തരീയേണ സുരക്തേന സുസംവൃതാം സമക്ഷമഗ്നേ സംസ്ഥാപ്യ രാഘവാഭിമുഖേ തദാ അബ്രവീജ്ജനകോ രാജാ കൗസല്യാനന്ദവർദ്ധനം ഇയം സീതാ മമ സുതാ സഹധർമ്മചരീ തവ പ്രതീശ്ച ചൈനാം ഭദ്രം തേ പാണിം ഗൃഹ്ണീഷ പാണിനാ പതിവ്രതാ മഹാഭാഗാ ഛായേവാനുഗതാ തവ ഇത്യുക്ത്വാ പ്രാക്ഷിപദ്രാജാ മന്ത്രഭൂതം ജലം തദാ പ്രക്ഷിപ്തേ സലിലേ ഭൂമൗ ഗഗനേ ചോത്ഥിതാസ്വനാം സാധു സാധ്വിതി ദേവാനാം ഋഷീണാം വദതാം തദാ ദേവദുന്ദുഭി നിർഘോഷ പുഷ്പവൃഷ്ടിർമഹത്യഭൂത്. മഹാതേജസ്വിയും മുനിയും ആയ വസിഷ്ഠ ഭഗവാൻ വിധിപ്രകാരം മന്ത്രയുക്തമായി തന്നെ കണക്കുപോലെയുള്ള ദർഭകളെ 4 ഭാഗത്തും പരത്തി വേദിയിൽ വേദോക്ത മന്ത്ര പുരസ്സരം അഗ്നിയെ ഉജ്ജ്വലിപ്പിച്ച് ആ അഗ്നിയിൽ ഹോമം ചെയ്തു. ആ സമയം ജനക മഹാരാജാവ് സർവാലങ്ക ഭൂഷിതയും ഇളം മഞ്ഞ നിറമാർന്നതും ഹംസങ്ങൾ പോലെ പൂവേല ചെയ്തതും ആയ പട്ടുവസ്ത്രം ധരിച്ചവളും കടുംചുവപ്പുള്ള മണം വീശുന്ന മേലാ കണിഞ്ഞവളും മിന്നൽ കൊടി പോലെയുള്ളവളും കറുത്തു ചുരുണ്ട തലമുടിയാർന്നവളും വിശാലനേത്രയും സാക്ഷാൽ മഹാലക്ഷ്മിയും താമരപ്പൂവിൽ നിന്ന് വേറിട്ടവളും മഹാവിഷ്ണുവിൻ്റെ മടിയിൽ നിന്ന് താഴോട്ട് വന്നവളും ആയ സീതയെ അഗ്നിക്ക് മുമ്പാകെ കൂട്ടിക്കൊണ്ടുവന്ന ശ്രീരാഘവനെതിരിൽ നിർത്തിക്കൊണ്ട് അനന്തരം കൗസല്യാനന്ദവർദ്ധനായ ശ്രീരാമനെ നോക്കി അരുളി ചെയ്തു: ഈ സീത എൻ്റെ പുത്രി, അങ്ങയുടെ എല്ലാ ധർമ്മങ്ങളെയും കൂടെ ഇരുന്ന് നിറവേറ്റുന്നവൾ. അതിനാൽ ഇവളെ കൈക്കൊണ്ടാലും അങ്ങേക്ക് സർവമംഗളങ്ങളും ഭവിക്കട്ടെ. കൈകൊണ്ട കൈയിനെ ഗ്രഹിച്ചുകൊണ്ടാലും പതിയെ തന്നെ തനിക്ക് സർവസ്വമായി കരുതുന്നവൾ, മഹാഭാഗ്യവതി, അങ്ങയുടെ നിഴൽ പോലെ വിട്ടുപിരിയാത്തവൾ എന്ന് അരുളി ചെയ്തു. അരജൻ അപ്പോൾ മന്ത്രങ്ങളാൽ പാവനമാക്കപ്പെട്ട തീർത്ഥത്തെ ധാരമുറിയാതെ അവർ പിടിച്ചിരുന്ന കൈകളിൽ പകർന്നു. ഭൂമിയിൽ ജലധാര ഒഴിച്ച ഉടനെ മഹത്തായ ആകാശത്തിൽ ഘോഷങ്ങൾ പൊങ്ങി. അപ്പോൾ ദേവന്മാരും ഋഷികളും നന്നെന്ന് ഉര ചെയ്യവേ ദേവദുന്ദുഭി വാദ്യഘോഷത്തോടുകൂടിയ പൂമാരി പൊഴിഞ്ഞു. ഏവം ദത്വാ തദാ സീതാം മന്ത്രോദക പുരസ്കൃതാം അബ്രവീജ്ജനകോ രാജാ ഹർഷേണാഭിപരിപ്ലുത ലക്ഷ്മണാഗച്ഛ ഭദ്രം തേ ഊർമിളാമുദ്യതാം മയാ പതീച്ഛ പാണിം ഗൃഹ്ണീഷ മാ ഭൂത്കാലസ്യ പര്യയ
रुमेव मुक्त्वा जनको भरतं चाभ्यभाषत गृहाण पाणिं माण्डव्या पाणिना रघुनन्दन शत्रुघ्नं चापि धर्मात्मा अब्रवीज्जनकेश्वर श्रुतकीर्त्या महाबाहो पाणिं गृह्णीष्व पाणिना सर्वे भवन्तः सौम्याश्च सर्वे सुचरितव्रता पत्नीभिः सन्तु काकुत्स्था मा भूत्कालस्य पर्यय जनकस्य वचनं श्रुत्वा पाणिभिरस्पृशन् चत्वारस्ते चतसृणां वसिष्ठस्य मदे स्थिता अग्निं प्रदक्षिणीकृत्य वेदिं राजानमेव च ऋषींश्चैव महात्मान सभार्या रघुसत्तमाः यथोक्तेन तदा चक्रुर्विवाहं विधिपूर्वकं काकुत्स्थैश्च गृहीतेषु ललितेषु च पाणिषु पुष्पवृष्टिर्महत्यासीदन्तरीक्षा सुभास्वरा ദിവ്യദുന്ദുഭിനിർഘോഷൈർഗീതവാദിത്രനിസ്വനൈः. ജനക മഹാരാജാവ് ആനന്ദത്തിൽ മുഴുകിയവനായി മേൽപ്രകാരം മന്ത്രത്തോടുകൂടി ജലം പകർന്ന് സമർപ്പിക്കപ്പെട്ടു. സീതയെ പാണിഗ്രഹണം ചെയ്തു കൊടുത്ത് ആ സമയം അരുളി ചെയ്തു. അല്ലയോ ലക്ഷ്മണ, വരിക. ആയുഷ്മാനായി ഭവിച്ചാലും, എന്നാൽ വിവാഹത്തിനുരിയ ഭൂഷണാദികൾ അണിഞ്ഞ് തയ്യാറാക്കപ്പെട്ടവളായ ഊർമിളയെ സ്വീകരിച്ചു കൊണ്ടാലും പാണിയെ ഗ്രഹിച്ചു കൊണ്ടാലും കാലതാമസം വേണ്ട. ഇങ്ങനെ ലക്ഷ്മണനോടുര ചെയ്ത ജനക മഹാരാജാവ് ഭരതനെ നോക്കി, ഹേ രഘുകുമാര, മാണ്ഡവിയുടെ കരത്തെ കരം കൊണ്ട് ഗ്രഹിച്ചാലും എന്ന് അരുളി ചെയ്തു. കൂടാതെ ധർമാത്മാവായ ജനക മഹാരാജാവ് ശത്രുഘ്നനെ നോക്കി, മഹാബാഹോ, ശ്രുതകീർത്തിയുടെ കരത്തെ കരം കൊണ്ട് ഗ്രഹിച്ചാലും എന്ന് അരുളി ചെയ്തു. കാലതാമസം വേണ്ട. കാകുത്സ്ഥ വംശജരായ നിങ്ങളെല്ലാവരും അതിയോഗ്യതയുള്ളവർ, എല്ലാവരും പത്നിമാരോടുകൂടി സത്പ്രവർത്തികളും സത്വൃതങ്ങളുമാർന്നവരായി ഭവിപ്പിൻ. ആ നാൽവരും ജനക മഹാരാജാവിൻ്റെ വാക്കുകേട്ട് വസിഷ്ഠ മഹർഷിയുടെ സമ്മതപ്രകാരം നടക്കുന്നവരായി 4 പേരുടെയും കരങ്ങൾ കൊണ്ട് ഗ്രഹിച്ചു. മഹാത്മാക്കളായ രഘുശ്രേഷ്ഠന്മാർ പത്നിമാരോടുകൂടി അഗ്നിയെയും വേദിയെയും രാജാവിനെയും ഋഷിമാരെയും വലം വച്ച് അനന്തരം കൽപ്പസൂത്രാനുസാരമായി ശാസ്ത്രപ്രകാരം വിവാഹകർമ്മത്തെ ചെയ്തു. കാകുസ്ഥന്മാരാൽ സുകുമാരമായ കരങ്ങൾ ഗ്രഹിക്കപ്പെട്ടപ്പോൾ ആകാശത്തിൽ നിന്നും ഗീതങ്ങളുടെയും വാദ്യങ്ങളുടെയും മുഴക്കത്തോടുകൂടിയും ദേവദുന്ദുഭിനാദത്തോടുകൂടിയും അതിശോഭയാർന്നുള്ള വമ്പിച്ച പൂമാരി വർഷിച്ചു. നൃദുശ്ചാപ്സരസംഘാ ഗന്ധർവാശ്ച ജഗുകുലം വിവാഹേ രഘുമുഖ്യാനാം തദദ്ഭുതമിവാഭവത് ഈദൃശേ വർത്തമാനേ തു തൂര്യോത്കൃഷ്ടനിദാദിതേ ത്രിരഗ്നിം തേ പരിക്രമ്യ ഊഹു ഭാര്യാമഹൗജസ അഥോപകാര്യാം ജഗ്മുസ്തേ സദാരാ രഘുനന്ദനാഃ സ്വാനിയാനാനി ചാരോപ്യ താം പുരീം പ്രയയുസ്തദാ പ്രീയമാണോ ദശരഥ പുത്രാൻ പുത്രവദാംബര രാജാപ്യനുയയൗ പശ്യൻ സർഷിസംഘ സബാന്ധവ. അപ്സരസംഘങ്ങളും നർത്തനം ചെയ്ത ഗന്ധർവന്മാരും മധുരമായി ഗാനം ചെയ്തു. ഇപ്രകാരമുള്ള ആ ആശ്ചര്യം ആ രഘൂത്തമന്മാരുടെ വിവാഹത്തിൽ നടന്നു. ഈ വണ്ണം വാദ്യഘോഷവും ആർപ്പും മുഴക്കങ്ങളും നടക്കുന്നതിനിടയിൽ മഹാകാന്തിമാന്മാരായ അവർ അഗ്നിയെ 3 വട്ടം പ്രദക്ഷിണം ചെയ്ത് ഭാര്യമാരെ കൈക്കൊണ്ടു. അവർ വിവാഹത്തെ സംബന്ധിച്ച മറ്റു ചടങ്ങുകൾക്കായി പിന്നെ പുറപ്പെട്ടു. പിന്നെ ആ സമയം രഘുകുമാരന്മാർ പത്നിമാരോടുകൂടി തങ്ങൾക്ക് വേറെ തയ്യാറാക്കിയിരുന്ന പല്ലക്കുകൾ കയറിക്കൊണ്ട് ആ നഗരത്തിൽ പട്ടണപ്രവേശനം ചെയ്തു ഘോഷയാത്രയായി ചെന്നു. മക്കളാർന്നവരിൽ വച്ച് ഉത്തമനായ ദശരഥ മഹാരാജാവ് ഋഷിഗണങ്ങളോടൊന്നിച്ച് ബന്ധുജനങ്ങളോടുകൂടി പുത്രന്മാരെ നോക്കിക്കൊണ്ട് തന്നെ അത്യാനന്ദഭരിതനായി ആ ഘോഷയാത്രയ്ക്ക് പിന്നാലെ ചെന്നു. ഇവിടെ വിവാഹം കൈപിടിച്ചു കൊടുത്തപ്പോൾ ജനക മഹാരാജാവ് ചെയ്ത രാമനോട് പറഞ്ഞ അതാണ് സീതാദേവി വനത്തിൽ കൊണ്ടുപോകാനായിട്ട് രാമൻ സംശയിച്ചപ്പോൾ പറഞ്ഞ കാര്യം. എപ്പോഴും
ഇയം സീതാ മമ സുതാ സഹ ധർമ്മചരീതവ പ്രതീഷ്ഠ ചൈനാം ഭദ്രം തേ പാണിം ഗൃഹ്ണീഷ പാണിന. സീതാദേവി, എൻ്റെ പുത്രി, അങ്ങയുടെ എല്ലാ ധർമ്മങ്ങളെയും കൂടെ ഇരുന്ന് നിറവേറ്റുന്നവൾ, പതിയെ തന്നെ തനിക്ക് സർവസ്വമായി കരുതുന്നവൾ, നിഴൽ പോലെ അങ്ങയെ വിട്ടുപിരിയാത്തവൾ എന്നും പറഞ്ഞാണ് കൈപിടിച്ചു കൊടുക്കുന്നത് ജനകരാജാവ്. അതുതന്നെ സീത പാലിക്കുന്നു. സീതാദേവി തൻ്റെ പിതാവിൻ്റെ അനുജ്ഞ കൈക്കൊണ്ടാണ് പതിയുടെ കൂടെ പോകുന്നത്. ശ്രീരാമചന്ദ്രൻ സ്വന്തം പിതാവിൻ്റെ അനുജ്ഞ നിറവേറ്റുന്നത് പോലെ തന്നെ സീതാദേവിയും അതേപടി സ്വന്തം പിതാവിൻ്റെ ഇച്ഛാപ്രകാരം ഭർത്താവിൻ്റെ കൂടെ പോകുന്നു. ഒരു കാരണം അതുതന്നെയാണ് സീതാദേവി ചൂണ്ടിക്കാണിക്കുന്നത്. ഇത്യാർഷേ ശ്രീമദ് രാമായണേ വാൽമീകിയെ ആദികാവ്യേ ബാലകാണ്ഡേ സപ്തതിതമ സർഗ 73 സർഗം സമാപ്തം. നമസ്തേ.